കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നത് ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നതോടെ കെട്ടിടത്തിൽ പുക നിറഞ്ഞു. പൊട്ടിത്തെറിക്ക് കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. കെട്ടിടത്തിലെ പരിശോധന തുടരും. ജീവനക്കാരുടെ മൊഴിയും CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഒരു വിഭാഗം. ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും അധ്യക്ഷ പദവിയിൽ മാറ്റം വേണമെന്ന ആവശ്യം. അധ്യക്ഷന്റെ അനാരോഗ്യം തിരിച്ചടിയാണ് എന്ന റിപ്പോർട്ട് ഹൈക്കമാൻഡ് പരിഗണനയിൽ. നേതൃമാറ്റത്തിൽ നാളെ വീണ്ടും ചർച്ച നടക്കാൻ സാധ്യത. തിരുവനന്തപുരത്ത് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. തമിഴ്നാട് തിരുവാരൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. അപകടം ഒമ്നി വാനും ബസും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘം. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച ഒരു മരണം. മരിച്ചത് ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനി. ഓട്ടോ പൂർണ്ണമായും കത്തിനശിച്ചു. അപകടം അമിത വേഗത്തിലെത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച്. കാർ ഓടിച്ചിരുന്നത് ശ്രീകാര്യം സ്വദേശി 19 വയസ്സുകാരൻ അയാൻ. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുന്നത്തുമല സ്വദേശി മനോജ്. അച്ഛൻ വിജയൻ കൊലപാതകത്തിന് ശേഷം കീഴടങ്ങിയത് കാരിക്കുഴി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലെത്തി. കൊലപാതകം വസ്തുതർക്കത്തെ തുടർന്നെന്ന് നിഗമനം. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈന്യം. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. ഇന്ത്യൻ കപ്പലുകൾ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കി പാകിസ്ഥാൻ. ശ്രീനഗറിൽ ആക്രമണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നതായി റിപ്പോർട്ട്. ഏപ്രിൽ 19 ആക്രമണമുണ്ടാകുമെന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ. ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാ സേന. രാജസ്ഥാൻ അതിർത്തിയിൽ ഒരു പാകിസ്ഥാൻ റേഞ്ചർ പിടിയിലായതായി ഔദ്യോഗിക വൃത്തങ്ങൾ. സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കും. തീരുമാനം റെയിൽവേ ഡിവിഷൻ യോഗത്തിൽ. ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കുക 31 സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ വേഗത. പരിഷ്കാരം സെപ്റ്റംബറോടെ നടപ്പാകും. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ ഇന്ന്. 5435 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 22,07,000 പേർ. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ പൂർത്തിയായി. ക്രമക്കേട് നടത്തിയാൽ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ക്രമക്കേടിന്റെ സാഹചര്യത്തിൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആശ്വാസ ജയം തേടിയിറങ്ങിയ ചെന്നൈക്ക് വീണ്ടും നിരാശ. ബംഗളൂരുവിനെതിരെ 2 റൺസിന്റെ തോൽവി. ജയത്തോടെ ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1ാമത്. IPL ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത രാജസ്ഥാനെയും പഞ്ചാബ് ലക്നൌവിനെയും നേരിടും.